ജലനിരപ്പ് ഉയർന്നതോടെ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ തുറന്നു. കാലവർഷം ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഷട്ടറുകൾ തുറന്നത്. ബാരേജിൽ 34.1 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, ആ മേഖലയിൽ ശക്തമായ മഴയുണ്ടോ? ഇപ്പോൾ കാലവർഷം നാളെ വരെ എത്തും എന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടി 5, 6 തീയതികളോടുകൂടിയാണ് കാലവർഷം ശക്തമാകുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ മേഖലയിൽ എങ്ങനെയുണ്ട് മഴ? സുധീഷ്, ഇപ്പോൾ കൊച്ചിയിൽ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ഇടുക്കിയിലെ മഴ, അതോടൊപ്പം തന്നെ നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം പുറത്തേക്ക് വിടുന്ന വെള്ളം, അതാണ് പെരിയാറിലൂടെ ഒഴുകി ഭൂതത്താൻകെട്ട് ബാരേജിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഭൂതത്താൻകെട്ട് ബാരേജിൽ 34.1 മീറ്ററാണ് ജലനിരപ്പുള്ളത്. അതൊരു 30 മീറ്ററായി താഴ്ത്തുക എന്നതാണ് ഇറിഗേഷൻ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ബാരേജിന്റെ 14 ഷട്ടറുകൾ ഓരോന്നോരോന്നായി ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. ദിവിഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ 6-ാം തീയതിയോടുകൂടി കാലവർഷം എത്തും. പിന്നീട് മഴ ശക്തമാകുമെന്നതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ബാരേജിന്റെ ഷട്ടറുകൾ ഓരോന്നായി തുറക്കുന്നത്. ബാരേജിന്റെ ഷട്ടറുകൾ തുറക്കുമ്പോൾ വെള്ളം ഭൂതത്താൻകെട്ടിൽ നിന്ന് നേരെ താഴേക്ക് ഒഴുകി കാലടി, ആലുവ വഴി കടലിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ സ്വാഭാവികമായും കാലടി മേഖല, അതോടൊപ്പം തന്നെ ആലുവ മേഖല, അവിടെയൊക്കെ പെരിയാറിലെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തുന്നത്.